ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് ജനറൽ മന്ത്ലി മെയ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഏരീസ്, ഇവിടെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഇതിൽ ഞാൻ കരിയർ ആൻഡ് ലവ് രണ്ടും ആണ് നോക്കാൻ പോണത്. അപ്പോൾ ഇത് എൻഡ് വരെ നോക്കുക ഈ റീഡിങ്. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ് മെസ്സേജസ്? ഫൈവ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. പേജ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്, മെയ്ഡ് ആൻഡ് ഫ്യൂച്ചർ എനർജി എംപറർ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്, മെയ് മാസത്തിൻ്റെ ചാലഞ്ചാണ് ലവേഴ്സ്. നിങ്ങൾക്ക് അഡ്വൈസ്, ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഹിഡൻ ഫാക്ടറിൽ ത്രീ ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ടെമ്പറൻസ് ആൻഡ് നിങ്ങളുടെ ഓവറോൾ മെയ് എനർജിയാണ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റിൽ ഫൈവ് സോർഡ്സ് ആണ് ഇവിടെ ഡോമിനൻ്റ് എനർജി. ഇതെന്താ വെച്ചാൽ ഒരു കുറേ ഒരു നെഗറ്റീവ് എനർജിയാണ് ഫൈവ് സോർഡ്സ്. ഈ ഫൈവ് സോർഡ്സ് ഇവിടെ കാണുന്നത് ഇത് ജനറലി ഒരു അൺഹെൽതി റിലേഷൻഷിപ്സ്, ഗോസിപ്പ്, കുറേ ടോക്സിക് എനർജിയാണ് ഇത്. ചില ആൾക്കാർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കണ എനർജിയാണ് ഇത്. ചില ആൾക്കാർ നിങ്ങളെപ്പറ്റി നെഗറ്റീവായി സംസാരിക്കണ എനർജിയാണ് ഇത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജിയിലായിരുന്നു നിങ്ങൾ മുമ്പേ. ഇത് ജോബിലായിരിക്കാം, ഇല്ലച്ച ലവ് ലൈഫിലുമായിരിക്കാം, പേഴ്സണൽ റിലേഷൻഷിപ്സുമായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിൽ കുറേ മേ ബി ചില ആൾക്കാർ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ഇല്ല എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടാണ് ഒരു ഗോസിപ്പ് മാതിരി എനർജി ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ പേജ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. പേജ് ഓഫ് സോർഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. അത് മാത്രമല്ല, നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണ മാതിരി എനർജിയാണ് പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ പാസ്റ്റിൽ ചില ആൾക്കാർ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് വെച്ചാൽ അത് കറണ്ട് എനർജിയിൽ റിവീൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയും ഈ ആൾക്കാർ ആരാണ്, നിങ്ങളുടെ ട്രൂ ഫ്രണ്ട്സ് ആരാണ് ആൻഡ് നിങ്ങളുടെ അഗൻസ്റ്റുള്ള ആൾക്കാർ ആരാണെന്ന് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങൾ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണ എനർജിയിലാണ് ഇത് പേജ് ഓഫ് സോർഡ്സ്. ഇതൊരു പുതിയ ജോബ് ആയിരിക്കാം, ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. അതുകൊണ്ടും ഈ പേജ് ഓഫ് സോർഡ്സ് ഇവിടെ ആയിരിക്കാം ഇവിടെ ഒരു ഡോമിനൻ്റ് എനർജി. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എംപറർ ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താ ഇവിടെ തുടങ്ങണമെന്ന് വെച്ചാൽ കറണ്ട് എനർജി നിങ്ങൾക്കൊരു നല്ല പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പ് തുടങ്ങേണ്ട, ഇല്ല ഒരു കരിയറിൽ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് വെച്ചാൽ ഫ്യൂച്ചറിൽ അത് കുറേ സക്സസ്ഫുൾ ആവും. ആൻഡ് കുറച്ചുകൂടിയും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രക്ചർ, ഒരു കൺട്രോളിലായിരിക്കും നിങ്ങൾ. ആൻഡ് നിങ്ങൾ എന്താ തുടങ്ങണം വെച്ചാൽ ഇത് ഒരു എഡ്യൂക്കേഷൻ, ഒരു പുതിയ എന്താ പറയുക കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടാച്ചാലും ഇവിടെ ഞാൻ അത് കുറെ നിങ്ങൾ അതിനെ മാസ്റ്റർ ചെയ്യണ എനർജിയിലാണ് ഞാൻ കാണുന്നത് ഇവിടെ.
നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ലവേഴ്സ് ആണ് മെയ് മാസത്തിൽ. അപ്പോൾ മെയ് മാസത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് ആണ് ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ട് കാണുക. ഇത് ജെമിനി എനർജിയാണ്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ ഇത് മേ ബി ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. ഇപ്പോൾ സോൾമേറ്റ് എന്ന് വെച്ചാൽ അത് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, അതൊരു ഫ്രണ്ട്ഷിപ്പും ആവാം. അത് ഒരു നിങ്ങൾ ആരുടെ കൂടെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബോണ്ട് ഇല്ല വെച്ചാൽ ആ പേഴ്സന്റെ കൂടെ എന്തോ ഒരു ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കാണുന്നത് മെയില്. 4 of Pentacles ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ എവിടെയോ നിങ്ങൾ കുറേ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് ഒരു റിസർവ്ഡ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 of Swords ഇവിടെ, 4 of Pentacles ഇവിടെ. അതെന്താ വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ഷെയർ ചെയ്യില്ല വെച്ചാൽ, നിങ്ങൾ ഒന്നും നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യില്ല വെച്ചാൽ അതൊരു സ്റ്റാഗ്നേഷൻ ആയി പോവും. ആൻഡ് മറ്റേ ആൾക്കാർക്കും നിങ്ങളുടെ മനസ്സിൽ എന്താ നടക്കണമെന്ന് അറിയില്ല, അവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 of Pentacles ഇവിടെ അഡ്വൈസ് എന്താ വെച്ചാൽ, യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ബ്ലോക്ക്ഡ് ഹാർട്ട് ചക്ര, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കണ ഫീലിങ്സ്, കൺട്രോൾ ചെയ്യണ ഫീലിങ്സ്, അതൊക്കെ കുറച്ച് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. ഇത് ചിലപ്പോൾ ചില സമയത്ത് ഫിനാൻഷ്യൽ എനർജിയുമായിരിക്കാം. മേ ബി നിങ്ങൾ കുറെ ഓവർ സ്പെൻഡ് ചെയ്യണ്ട വെച്ചാൽ ഇവിടെ അഡ്വൈസ് എന്താ വെച്ചാൽ കുറച്ചൊരു സേവിങ് മോഡിൽ പോവുക. പൈസയുടെ കാര്യത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാണ്ട് നോക്കുക. ചില കേസസിൽ ഇത് മേ ബി നിങ്ങൾ ടൂ മച്ച് ഓഫ് സേവിങ് ആയിരിക്കും ചെയ്യണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ സ്റ്റിഞ്ചി എനർജിയിലാണ്, കുറെ ഓവർ സേവിങ് ആയി പോയി പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും ഒന്നും പൈസ ചെലവാക്കാണ്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ അതും നല്ലതല്ല. ഈക്വൽ ബാലൻസ് ഉണ്ടാവണം ലൈഫിൽ എപ്പോഴും. വേണ്ടപ്പെട്ട കാര്യത്തിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യുക. അത് മാത്രമല്ല, ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ ഫിനാൻഷ്യലി നിങ്ങളുടെ അടുത്ത് വരേണ്ട വെച്ചാൽ മേ ബി എങ്ങനെയാ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. 3 of Swords ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പൊ എന്തോ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഞാൻ കാണുന്നുണ്ട്. ഈ ഹാർട്ട് ബ്രേക്കിന് നിങ്ങൾ ഹീൽ ചെയ്യും, പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു എൻഡിങ്, ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ ഔട്ട്കം പോസിറ്റീവ് ആണ്, ടെമ്പറൻസ്. അപ്പൊ ഇതൊരു ബാലൻസിന്റെ എനർജിയാണ്. അപ്പൊ മെയ് എൻഡ് ആവുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ മൊത്തം ഒരു ബാലൻസ് വരും, ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന്റെ എനർജിയാണ്. അപ്പോൾ എൻഡ് ഓഫ് മെയ് ആവുമ്പോഴേക്കും കാര്യങ്ങൾ സെറ്റിൽ ഡൗൺ ആവും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ പേജ് ഓഫ് കപ്സ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, ഇത് ഓവറോൾ എനർജി നിങ്ങളുടെ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇത് ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. ഇതൊരു ലവ് ഓഫറുടെയും എനർജി ആയിരിക്കാം, ഇല്ല ഇതൊരു ചെറിയ കുട്ടിയുടെ എനർജി ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങളുടെ കുട്ടിയോള് ആരെങ്കിലും ഉണ്ടെച്ചാൽ ആ ചെറിയ കുട്ടിയുടെ ഒരു കാര്യം ആയിരിക്കും ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ പേജ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 2 of Wands. അപ്പൊ ഇവിടെ എന്തോ ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ കുറെ പ്ലാനിങ് ആണ് ചെയ്യണത്. നിങ്ങൾക്ക് ആരോ ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യണോ വേണ്ടേന്നാണ് ഇവിടെ നിങ്ങളൊരു ചോയ്സ് ഉണ്ടാക്കാൻ നോക്കണത്. ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവോ ഇല്ലെന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. അതല്ല വെച്ചാൽ മേ ബി ആരോ നിങ്ങൾക്കൊരു ഓഫർ തന്നു. ഇതൊരു ജോബ് ഓഫർ ആയിരിക്കാം, ഒരു ലവ് ഓഫർ ആയിരിക്കാം. ഈ ഓഫർ വരുമ്പോൾ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കണ്ടേ. മേ ബി മെയ് മാസത്തിൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് എനർജി. ഈ ഡിസിഷൻ, ഈ ചോയ്സ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ ഈ 5 of Swords എന്തുകൊണ്ടാണ് പാസ്റ്റിൽ കാണുന്നത്? 5 of Swordsഉം 5 of Cups ആണ്. അപ്പൊ 2 5s ആണ് ഇവിടെ. വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു എൻഡിങ് മാതിരി. ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി കുറെ നെഗറ്റീവ് ആയിരുന്നു.
ആൻഡ് ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ മേ ബി കരിയറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലച്ചാൽ ലവ് ലൈഫിൽ ഉണ്ടായിണ്ടാവും, ഇല്ലച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയ്ക്കായിരിക്കും. ഇവരുടെ അടുത്തുനിന്ന് നിങ്ങൾ ഓൾറെഡി ഡിസസോസിയേറ്റ് ചെയ്തിരിക്കണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ചില ആൾക്കാർ നിങ്ങളുടെ അഗൻസ്റ്റ് ആണ് ഇവിടെ യുനോ ബിഹേവ് ചെയ്യണത്, അവരുടെ നെഗറ്റീവ് ഒരു എനർജി ആയിരുന്നു. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്ത് ഓൾറെഡി ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവണത് ഇവിടെ. പക്ഷെ അത് ഉണ്ടായാലും നിങ്ങൾ എപ്പോഴും പാസ്റ്റിലേക്കാണ് നോക്കണത്. ആ റിഗ്രറ്റ് ഉണ്ട് നിങ്ങൾക്ക്. അത് ഇങ്ങനത്തെ ആൾക്കാർ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ എന്നെ ഇത്രയും നെഗറ്റീവായിട്ട് യുനോ അവരുടെ അപ്രോച്ച് എൻ്റെ അടുത്ത് എന്തിനാ ഇത്രയും നെഗറ്റീവ് ഉണ്ടായി ഇല്ലാച്ചാൽ ഒരു ലോസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു ഡിസ്റ്റൻസ് വെച്ചപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടും ഒരു കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജിയിലായിരുന്നു നിങ്ങൾ ആൻഡ് ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. അത് ഒരു നിങ്ങൾക്കൊരു പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് എപ്പോഴും നിങ്ങൾക്കൊരു വിഷമമുണ്ട്. പക്ഷെ പേജ് സോഴ്സ് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ്. അപ്പൊ ഈ പുതിയ ബിഗിനിങ് എന്താണ്? ഈ പുതിയ ബിഗിനിങ് എന്താണെന്ന് വെച്ചാലും ഇത് കുറെ ഒരു അബണ്ടന്റ് ബിഗിനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ മെയ് മാസം ഒരു നല്ല സമയമാണ്. ബിസിനസ് ഇല്ലാച്ചാ ജോലി ഇല്ലാച്ചാ ഒരു ലവ് റിലേഷൻഷിപ്പ്, അതല്ലാച്ച ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാച്ചാൽ മെയ് മാസം അതിന് വേണ്ടിയിട്ട് നല്ല മാസമാണ്. കുറെ അബണ്ടൻസ് വരും. നിങ്ങൾ എന്താ തുടങ്ങണമെന്ന് വെച്ചാൽ അത് ഫ്യൂച്ചറിൽ കുറെ അബണ്ടൻസ് ആണ് കൊണ്ടുവരണേ. ആൻഡ് ലവ് കാര്യത്തിൽ ഇത് കുറെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആയിരിക്കും. ആൻഡ് ഫ്യൂച്ചറിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാനും വഴിയുണ്ട്. അപ്പൊ എംപ്രർ ഇവിടെ, എംപ്രർ എന്തുകൊണ്ടാണ്? ഏരീസ് എനർജിയാണ് എംപ്രർ, വേൾഡ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്താ മെയ് മാസത്തിൽ തുടങ്ങാൻ പോകണമെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അത് കുറെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക. എന്നുവെച്ചാൽ വലിയൊരു ചേഞ്ച് ഞാൻ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഒരു വലിയ മൈൽ സ്റ്റോൺ നിങ്ങൾ കോൺകർ ചെയ്യാൻ പോകുന്നുണ്ട്, ഒരു വലിയ മൈൽ സ്റ്റോൺ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് അഗൈൻ ലവിലായിരിക്കാം, കരിയറിലും ആവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ മെയ് മാസത്തിൽ അത് എല്ലാം സക്സസ്ഫുൾ ആവും ഫ്യൂച്ചറിൽ. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു വലിയ സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അതൊരു പോസിറ്റീവ് വേയിലാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ മേ ബി എബ്രോഡ് പോകാനും ചാൻസ് ഉണ്ടാവും, നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ. ഇപ്പൊ ലവേഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചാലഞ്ച് ആയിട്ട് 3 of Cups? അപ്പോ എന്തോ ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതില് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കാരുടെ ഇടയ്ക്കായിരിക്കും ചൂസ് ചെയ്യേണ്ടി വരിക. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് മേ ബി നിങ്ങൾക്ക്. അതല്ലാച്ച മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഒരു തേർഡ് പാർട്ടിയിലായിരിക്കും. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, എന്താണ് വേണ്ടേ, എങ്ങനെയാണ് ഇതിന്റെ കൂടെ ഡീൽ ചെയ്യണ്ടേ. അതല്ലാച്ചാലും മേ ബി ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാ നിങ്ങളുടെ ലവ് ലൈഫിൽ. ആ ഇഷ്യൂസ് മേ ബി കുറച്ച് മെയ് മാസത്തിൽ കൂടുതലായി പോവും. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇവിടെ ആക്ച്വലി ഇഷ്യൂ ആയിട്ട് ഞാൻ ഒന്നും അതാ കിങ് ഓഫ് കപ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഈ തേർഡ് പാർട്ടി കാരണം ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇൻസ്റ്റെബിലിറ്റി ആണ് ഞാൻ കാണുന്നത്. ഈ തേർഡ് പാർട്ടി ലവിന്റെ കാര്യത്തിലാവണം എന്നില്ല, ഫ്രണ്ട്ഷിപ്പിലും ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ആവാം. ഓറൽസ് ഇതൊരു റിലേറ്റീവ് ആയിരിക്കാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യണ പേഴ്സൺ. ഇത് ജോബിന്റെ കേസിലാണ് വെച്ചാൽ ഇതൊരു പാർട്ട്ണർഷിപ്പിൽ ഒരു വേറെ ആൾക്കാർ ഇന്റർഫിയർ ചെയ്യണ എനർജിയും ആവാം. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എഫക്റ്റ് ആവുണ്ടാവും വേറെ പേഴ്സന്റെ ഇന്റർഫിയറൻസ് കാരണം. അങ്ങനെയൊക്കെ വേരിയസ് കോമ്പിനേഷൻസിലാവാം ഇത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഡ്വൈസ് 4 of Pentacles എന്തുകൊണ്ടാണ്? Ace of Pentacles. നിങ്ങളുടെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു സേവിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമായിരുന്നു വെച്ചാൽ അതൊക്കെ പാസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്തിന്റെ കളിയായിരുന്നു അത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരും. ആൻഡ് ആ ബിഗിനിങ് കുറെ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അതുവരെ കുറച്ച് പേഷ്യൻ്റ്ലി ഈ നിങ്ങളുടെ ഫിനാൻസസിനെ മാനേജ് ചെയ്യാൻ നോക്കുക. ആൻഡ് എത്രയോ സേവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്രയും സേവ് ചെയ്യുക.
ഇത് ഫിനാൻസസ് അല്ലാച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിരിക്കും. നിങ്ങൾ ആരുടെയും കൂടെ ഒന്നും ഷെയർ ചെയ്യാത്തതുകൊണ്ട് അത് കുറച്ചൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വഴിയുണ്ട്. നിങ്ങളുടെ എനർജിയിൽ ഒരു സ്റ്റാഗ്നേഷൻ അതുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ വേഗം തീരാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുക, കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് പുറമേന്നായിരിക്കും ഓഫർ, ഓരൽസ് ഈ ഓഫർ വന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു ലവ് ഓഫർ ആയിരിക്കാം, ഓരൽസ് ഒരു കരിയർ ജോലിയുടെ ഓഫറും ആവാം. 3 of Swords ഇവിടെ എന്തുകൊണ്ടാണ് ഹിഡൻ ഫാക്ടർ? 3 of Swords, 8 of Swords. അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഇഷ്യൂ. അതുകൊണ്ട് നിങ്ങൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടായില്ല എങ്ങനെ മുമ്പോട്ട് പോകണ്ടേന്ന്. പക്ഷേ അഗൈൻ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഹീൽ ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇവിടെ. ഹീലിംഗ് എനർജീസ് ഇവിടെ ഉണ്ട്. ടെമ്പറൻസ് ഇവിടെ ബാലൻസ്ഡ് എനർജി. എന്തോ ഒരു ഇംബാലൻസസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് എല്ലാം ബാലൻസ് ഔട്ട് ആവും മേല്. അപ്പോൾ മെയ് മൊത്തം ഒരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് മന്ത് ആണ് നിങ്ങൾക്ക്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്താ പ്രശ്നം ഉണ്ടായിച്ച അതൊക്കെ സോർട്ട് ഔട്ട് ആവണ മാസം മെയ് ആണ്. എസ്പെഷ്യലി മെയ് കഴിഞ്ഞ സമയം കുറച്ചുകൂടിയും ഒരു ബെറ്റർ മാസമായിരിക്കും. പക്ഷെ മെയിലെല്ലാം സോർട്ട് ഔട്ട് ആവും, ബാലൻസ് ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഏരീസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. കുറച്ച് ലോങ് ആയി പോയി വീഡിയോ, പക്ഷെ ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതിനെ ക്ലെയിം ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എഴുതുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.